UAEയുടെ ചരിത്രം എഴുതുകയാണ് ഒരു മലയാളി. 100 വോള്യങ്ങളിൽ 1,00,000 പേജിൽ. UAEയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സന്ദർശക വിസയിൽ UAEയിൽ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ വലപ്പാട് സ്വദേശി ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും സമ്പന്നമാക്കിയ ഒരു നാട്. ഒരു തുള്ളി വെള്ളം കിട്ടാക്കനിയായി കൊതിയോടെ കാത്തിരുന്ന ജനത. അവിടെ നിന്നും സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക്, സമൃദ്ധിയുടെ പൂങ്കാവനത്തിലേക്ക് UAE എങ്ങനെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു തരികയാണ് ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ. വെറും ചരിത്ര പുസ്തകമല്ല, പഴയ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പുതുമയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്ന് നിലവിലുള്ള കാര്യങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള വികസനങ്ങൾ, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ ബിസിനസ്സുകാർ, ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇവിടുത്തെ നിയമങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം മാത്രമല്ല. ഒരിക്കൽ പ്രവാസിയായിരുന്നു ഷംസുദ്ദീനും. അന്ന് തുടങ്ങിയതാണ് ഈ രാജ്യത്തോടും ജനതയോടുമുള്ള കൂറും കൗതുകവും. മലയാളികൾ അടക്കമുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ പോറ്റുനാടിൻ്റെ കഥയും ചരിത്രവുമാണ് തൃശ്ശൂർ വലപ്പാട് സ്വദേശി ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ പറയുന്നത്. വളരെ വികസിതമായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും, ജനങ്ങളോടുള്ള സമീപനം, ഇവരുടെ ഭരണങ്ങൾ, ഇവരുടെ വികസനങ്ങൾ, ഇതെല്ലാം ഇവർ വളരെ വ്യക്തമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതുപോലെ നമുക്ക് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിനെ കാണാൻ പറ്റില്ല. നമ്മളിവരെ ഇത്രയധികം സ്നേഹിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം ഏത് രാജ്യത്തെ രാഷ്ട്രത്തലവനക്ക് കിട്ടുന്നതിലും ബഹുമാനങ്ങൾ UAEയിലത്തെ ഭരണാധികാരികൾക്ക് കിട്ടുന്നുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും UAEയുടെ ചരിത്രത്തിനും വളർച്ചയ്ക്കും സവിശേഷതകൾ ഏറെയുണ്ട്. 1.25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ മരുപ്രദേശത്ത് ജനവാസമുണ്ടായിരുന്നുവെന്നാണ് ഷംസുദ്ദീൻ്റെ കണ്ടെത്തൽ. വിവിധ രാജവംശങ്ങളുടെ വളർച്ചയും വികാസവും UAE എന്ന രാജ്യത്തിൻ്റെ ചരിത്രയാത്ര കൂടിയാണ്. ഇവിടെ ആർക്കും എന്തും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പണം ഉണ്ടെങ്കിലും ജീവിക്കാം, പണം ഇല്ലെങ്കിലും ജീവിക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അവരെ ഒരു കാരണവശാലും കുറ്റം പറയാനില്ല. എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അത് അവരുടെ ജനതയ്ക്കായാലും വിദേശികൾക്കായാലും അവർ തുല്യമായിട്ട് പങ്കിടുകയാണ്. ഇംഗ്ലീഷിലാണ് ഷംസുദ്ദീൻ പുസ്തകം ഒരുക്കുന്നത്. രചന തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇതുവരെ 20,000-ഓളം പേജുകൾ പൂർത്തിയാക്കി. ഇത് അച്ചടിച്ച് പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുമുണ്ട് ഷംസുദ്ദീൻ. ഏറ്റവും കുറഞ്ഞത് 1,00,000 പേജിലെങ്കിലും ഇവരെ ഉൾപ്പെടുത്തിയാലേ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അറിവ് ലഭിക്കുകയുള്ളൂ. 1,00,000 പേജല്ല, ഒരുപാട് പേജുകളിൽ എഴുതാനുള്ള ചരിത്രങ്ങൾ ഇവർക്കുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഇവരുടെ പ്രയത്നം, നമുക്ക് പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ, അവർ പ്രയത്നിക്കണം. അവരുടെ മനസ്സ് നമ്മൾ കാണണം. ആ മനസ്സാണ് ഈ പുസ്തകത്തിൽ നിറച്ചിരിക്കുന്നത്. 1,00,000 പേജുള്ള പുസ്തകം അടുത്ത ഡിസംബർ 2 പുറത്തിറക്കുകയാണ് ലക്ഷ്യം. UAEയുടെ ദേശീയ ദിനത്തിൽ രാജ്യത്തിൻ്റെ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്യുക. 100 വാല്യങ്ങളും പുറത്തിറക്കാനായില്ലെങ്കിലും പൂർത്തിയാക്കിയ അത്രയും പ്രകാശനം ചെയ്യുകയാണ് ലക്ഷ്യം. വർഷങ്ങളായിട്ട് നമ്മളുടെ മലയാളികളും ഇന്ത്യക്കാരും ആയി ഒരുപാട് പ്രവാസികൾ തന്നെ പറയാം, പ്രവാസികൾ ഇവിടെ ജോലി ചെയ്തിട്ടും ബിസിനസ് ചെയ്തിട്ടും വരുന്നുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് ഈ ഗവൺമെൻറ്റിന് നൽകാവുന്ന ഒരു ഉപഹാരം, അതാണ് ഞാനിതിൽ കാണുന്നത്. രാജ്യത്തെ ലൈബ്രറികളിലേക്ക് പുസ്തകം എത്തിക്കാനുള്ള ശ്രമവും ഷംസുദ്ദീൻ നടത്തുന്നുണ്ട്. 10 വർഷം ഇവിടെ ജോലി ചെയ്ത് ഈ രാജ്യത്തെ അടുത്തറിഞ്ഞതിൻ്റെ കരുത്താണ് എഴുത്തിൻ്റെ ഊർജം. കൊടുങ്ങല്ലൂർ മുതൽ പരപ്പനങ്ങാടി വരെയുള്ള പഴയ പൊന്നാനിയുടെ ബൃഹത് ചരിത്രവും എഴുതിയിട്ടുണ്ട് ഷംസുദ്ദീൻ. UAE എന്ന രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടെ മലയാളികൾക്കും സ്ഥാനമുണ്ട്. ഇന്ത്യൻ രൂപ പ്രചാരത്തിലിരുന്ന കാലത്തെക്കുറിച്ചും ഷംസുദ്ദീൻ ഓർമ്മപ്പെടുത്തുന്നു.